അസ്സലാമു അലൈക്കും. എക്കണോമിക്സ് ആണ്. അപ്പോൾ എല്ലാവരും സേഫ് ആയിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ആൻഡ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഭാഗം മൈക്രോ എക്കണോമിക്സ് ആണ്. മൈക്രോ എക്കണോമിക്സിൽ മൂന്നാമത്തെ ചാപ്റ്ററാണ് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ മൂന്നാമത്തെ ചാപ്റ്ററിൽ നമ്മൾ ഉൽപ്പാദനം ചെലവും പ്രൊഡക്ഷൻ ആൻഡ് കോസ്റ്റ് എന്ന് പറയുന്ന ചാപ്റ്ററാണ് പഠിക്കുന്നത്. അതിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എ പി എം പി തമ്മിലുള്ള റിലേഷൻഷിപ്പും അതോടൊപ്പം തന്നെ റിട്ടേൺസ് ടു എ സ്കെയിൽ, അതായത് 3 പ്രത്യയങ്ങളെ കുറിച്ചിട്ടൊക്കെ പറഞ്ഞു. അതെല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് അല്ലെങ്കിൽ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് കോബ് ഡഗ്ലസ് ഉൽപാദന ധർമ്മം അല്ലെങ്കിൽ കോബ് ഡഗ്ലസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്ന ഭാഗമാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. അപ്പോൾ കോബ് ഡഗ്ലസ് പ്രൊഡക്ഷൻ ഫംഗ്ഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ CW കോബും അതേപോലെ തന്നെ പോളറ്റ് ഡഗ്ലസും ചേർന്ന് അമേരിക്കയിലെ ഏതാനും വ്യവസായ സ്ഥാപനങ്ങളിലെ പഠനം നടത്തിയതിന്റെ വെളിച്ചത്തിൽ ആവിഷ്കരിച്ചിട്ടുള്ള ഒരു പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ആണ് കോബ് ഡഗ്ലസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പോൾ ഇവർ രണ്ടുപേരും കൂടി ഈ ഒരു പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ആവിഷ്കരിച്ചതുകൊണ്ടാണ് ഇതിനെ കോബ് ഡഗ്ലസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പോൾ ഇതിന് ഇക്വേഷൻ ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഒരു പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് Q സമം x1 ആൽഫ പ്ലസ് x2 ബീറ്റ എന്ന് പറയുന്നതാണ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ. അപ്പോൾ ഇതാണ് കോബ് ഡഗ്ലസിന്റെ പ്രൊഡക്ഷൻ ഫംഗ്ഷന്. ഈ ഒരു കാര്യമാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത്, അദ്ദേഹത്തെ അല്ലെങ്കിൽ അവർ രണ്ടുപേരും കൂടി അവരുടെ പ്രൊഡക്ഷൻ ഫംഗ്ഷനിലൂടെ സൂചിപ്പിക്കുന്നത്. അതിൽ Q എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉൽപ്പന്നത്തിന്റെ അളവ് അല്ലെങ്കിൽ ക്വാണ്ടിറ്റി ഓഫ് ഔട്ട്പുട്ട്, x1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്വാണ്ടിറ്റി ഓഫ് ഫാക്ടർ 1 ആൻഡ് x2 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്വാണ്ടിറ്റി ഫാക്ടർ 2. അപ്പോൾ ഇതാണ് കോബ് ഡഗ്ലസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ കോബ് ഡഗ്ലസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ അമേരിക്കയിലെ എക്കണോമിക്സുകളായിട്ടുള്ള CW ക്ലോബും പിന്നെ അതേപോലെ തന്നെ പോളച്ച് ഡഗ്ലസും ചേർന്ന് ആവിഷ്കരിച്ചതാണ് ഈ ഒരു പ്രൊഡക്ഷൻ ഫംഗ്ഷൻ. ഇതിന്റെ ഇക്വേഷൻ ആണ് Q സമം x1 ആൽഫ പ്ലസ് x2 ബീറ്റ എന്നുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ ഈ കോബ് ഡഗ്ലസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ഒരു ലീനിയർ ഹോമോജീനിയസ് ആണ്, അതായത് രേഖീയ സമാജാതീയമായിട്ടുള്ള ഒരു പ്രൊഡക്ഷൻ ഫംഗ്ഷനാണ്. അതായത് ഈ ഘടകങ്ങൾ അല്ലെങ്കിൽ നമ്മൾ ഈ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് T മടങ്ങ് ഇൻക്രീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ പ്രോഡക്റ്റ് എന്ത് ചെയ്യും, അതേ T മടങ്ങ് വർദ്ധിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊരു ലീനിയർ ഹോമോജീനിയസ് ആണെന്നാണ് അറിയപ്പെടുന്നത്. പിന്നെ നമ്മൾ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ റിട്ടേൺസ് ടു സ്കെയിൽ പഠിച്ചു. ഏതൊക്കെയാണ് പറഞ്ഞത് അതിൽ? ഏതൊക്കെയാണ് പറഞ്ഞത്? IRS പറഞ്ഞു. IRS എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻക്രീസ് റിട്ടേൺസ് ടു സ്കെയിൽ. പിന്നെ CRS പറഞ്ഞു, അതായത് കോൺസ്റ്റന്റ് റിട്ടേൺസ് ടു സ്കെയിൽ പറഞ്ഞു. പിന്നെ ഡിമിനിഷൻ റിട്ടേൺസ് ടു സ്കെയിൽ DRS എന്ന് പറഞ്ഞു. ഈ 3 കാര്യങ്ങളും, അതായത് തോതനുസരിച്ചുള്ള അപജയ പ്രത്യായം, തോതനുസരിച്ചിട്ടുള്ള സ്ഥിര പ്രത്യായം, തോതനുസരിച്ചുള്ള വർദ്ധമാന പ്രത്യായം, ഈ 3 കാര്യങ്ങളും നമുക്ക് എന്ത് ചെയ്യാം, കോബ് ഡഗ്ലസ് പ്രൊഡക്ഷൻ ഫംഗ്ഷനിലൂടെ രൂപീകരിക്കാൻ പറ്റും. അതെങ്ങനെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആൽഫ, ഇപ്പൊ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നുണ്ടാവും ഒരു ഇക്വേഷൻ, അതിൽ കാണുന്നുണ്ടാവും ആൽഫ പ്ലസ് ബീറ്റ ഈക്വൽ ടു 1. ആൽഫ പ്ലസ് ബീറ്റ ഈക്വൽ ടു 1 അല്ലെങ്കിൽ 1 ആണെങ്കിൽ ആൽഫ പ്ലസ് ബീറ്റ ഈക്വൽ ടു 1 ആണ് വരുന്നതെങ്കിൽ അതിനെ നമ്മൾ CRS, അതായത് തോതനുസരിച്ചുള്ള സ്ഥിര പ്രത്യായം, കോൺസ്റ്റന്റ് റിട്ടേൺസ് ടു സ്കെയിൽ എന്ന് പറയുന്നു. അവിടെ 1 ആണല്ലോ, രണ്ടും ഈക്വൽ ആയിട്ട് വരുവാണെങ്കിൽ അതാണ് നമ്മൾ അങ്ങനെ തന്നെയാണല്ലോ പറഞ്ഞത്, രണ്ടും ഈക്വൽ ആയിട്ട് വരുവാണെങ്കിൽ എന്താണ് അത് കോൺസ്റ്റന്റ് റിട്ടേൺസ് ടു സ്കെയിൽ എന്ന് പറയില്ല, ഇൻപുട്ടും ഔട്ട്പുട്ടും ഈക്വൽ ആയിട്ട് വരുന്നത്. അപ്പം ഇതേപോലെ തന്നെ ഇവിടെ ആൽഫയും ബീറ്റയും ഈക്വൽ ആയിട്ട് വരുവാണെങ്കിൽ അതിനെ നമ്മൾ CRS അല്ലെങ്കിൽ കോൺസ്റ്റന്റ് റിട്ടേൺസ് ടു സ്കെയിൽ എന്ന് പറയുന്നു. ഓക്കെ. രണ്ടാമത്തത് ആൽഫ പ്ലസ് ബീറ്റ ഇൻക്രീസ് ചെയ്യുക അല്ലെങ്കിൽ ഗ്രേറ്റർ ദാൻ 1 എന്ന് പറയാം. ഓക്കെ. അതിനെന്താ പറയാ, അതിന് നമ്മൾ IRS അല്ലെങ്കിൽ ഇൻക്രീസ് ഇൻ റിട്ടേൺസ് ടു സ്കെയിൽ എന്നാണ് പറയുന്നത്. ഇൻക്രീസ് ഇൻ റിട്ടേൺസ് ടു സ്കെയിൽ IRS. അവിടെ എങ്ങനെ വരുന്നത്, അവിടെ ആരാണ് വർദ്ധിക്കുന്നത്, അവിടെ ഇൻപുട്ടിനേക്കാൾ കൂടുതൽ ആരായിരിക്കും വർദ്ധിക്കുക, ഔട്ട്പുട്ട് ആയിരിക്കും ഇൻക്രീസ് ചെയ്യുക അല്ലേ. അപ്പൊ ആൽഫ പ്ലസ് ബീറ്റ ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ എന്തായിരിക്കും,
നമ്മൾ IRS ആയിരിക്കും, അതായത് ഇൻക്രീസ് റിട്ടേൺസ് ടു സ്കെയിൽ ആയിരിക്കും. ആൽഫ പ്ലസ് ബീറ്റ ഈക്വൽ ടു 1 ആണ് വരുന്നെങ്കിൽ കോൺസ്റ്റന്റ് റിട്ടേൺസ് ടു സ്കെയിൽ. ഓക്കെ, മൂന്നാമത്താണ് ആൽഫ പ്ലസ് ബീറ്റ ലെസ് ദാൻ 1. അതിനെയാണ് നമ്മൾ ഡിമിനിഷിങ് റിട്ടേൺസ് ടു സ്കെയിൽ, ഒന്നിനേക്കാൾ കുറവാവുക. ഡിമിനിഷിങ് റിട്ടേൺസ് ടു സ്കെയിൽ, അവിടെ ആരാണ് വർദ്ധിക്കുന്നത്? അവിടെ ഇൻപുട്ട് കൂടുതലും ഔട്ട്പുട്ട് കുറവാണല്ലോ വരുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആണെങ്കിൽ അതിനെ നമ്മൾ DRS എന്ന് പറയുന്നു. അപ്പോൾ ഈ 3 മെത്തേഡുകളും, അതായത് ഈ റിട്ടേൺസ് ടു സ്കെയിൽ കാണാനുള്ള 3 രീതികളുണ്ടല്ലോ, ഈ 3 രീതികളും നമുക്ക് എന്ത് ചെയ്യാം? കോബ്-ഡഗ്ലസ് പ്രൊഡക്ഷൻ ഫംഗ്ഷനിലും ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ കോബ്-ഡഗ്ലസ് പ്രൊഡക്ഷൻ ഫംഗ്ഷന്റെ ഇക്വേഷൻ ആണ് Q ഈക്വൽ ടു x1 ആൽഫ പ്ലസ് x2 ബീറ്റ. ബീറ്റ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുകളിൽ ബി എന്നിടുന്നതാണ് കേട്ടോ. ആൽഫ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുകളിൽ x1ന്റെ മുകളിൽ എന്നിടുന്നത്. ഓക്കെ, അപ്പോൾ അത് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില ക്വസ്റ്റ്യൻസ് ഉണ്ട്. ക്വസ്റ്റ്യൻസ് ഞാൻ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് തരാം. അത് നിങ്ങൾ കറക്റ്റ് ചെയ്താൽ മതി കേട്ടോ, അല്ലെങ്കിൽ അത് നിങ്ങൾ ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് ചെയ്യാന്നുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ചാപ്റ്ററിൽ പ്രധാനപ്പെട്ട ഒരു ഭാഗത്തേക്ക് കടക്കുക. അപ്പം നമ്മൾ ഈ ചാപ്റ്ററിന്റെ നെയിം തന്നെ എന്താണ്, പേരെന്താണ്? ഉൽപാദനവും ചെലവും എന്നാണ് ചാപ്റ്ററിന്റെ പേര്. അറിയാലോ, ഉൽപാദനം ചെലവ് എന്നാണ് ചാപ്റ്ററിന്റെ പേര്. അപ്പം നമ്മൾ ഉൽപാദനം എന്താന്ന് പറഞ്ഞു. ഉൽപാദനത്തിന് നമ്മൾ ഷോർട്ട് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ പറഞ്ഞു, ലോങ് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ പറഞ്ഞു, AP പറഞ്ഞു, MP പറഞ്ഞു, TP പറഞ്ഞു. അപ്പൊ അത് പ്രൊഡക്ഷൻ്റെതാണ്, ഉൽപാദനത്തിനാണ്. ഇനി നമ്മൾ അടുത്ത ഭാഗം, ഈ ചാപ്റ്ററിന്റെ രണ്ടാമത്തെ പേരെന്താണ്? ചെലവ് എന്നാണ് അല്ലെ. അപ്പൊ കോസ്റ്റ് എന്ന് പറയുന്ന ഭാഗത്തേക്ക് നമ്മൾ കടക്കുവാണ്, ചെലവുകൾ എന്ന് പറയുന്ന ഭാഗത്തേക്ക്. എന്താണ് ചെലവ്? ഒരു സ്ഥാപനത്തിന്റെ കണ്ണിൽ നിന്നോണ്ട് നോക്കുക കേട്ടോ. എന്താണ് ചെലവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കാം? ഒരു സ്ഥാപനത്തിന് സാധനങ്ങളും സേവനങ്ങളും ഉൽപ്പാദിപ്പിക്കേണ്ടി വരുമ്പോൾ ആ സ്ഥാപനം വഹിക്കേണ്ടി വരുന്ന ചെലവിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? കോസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അത് കറക്റ്റ് ആണ്. അപ്പൊ എന്താണ്, ഒരു ഫേമിന് ഗുഡ്സ് ആൻഡ് സർവീസ് പ്രോഡക്റ്റ് അല്ലെങ്കിൽ ആ ഒരു ഉൽപ്പന്നം ഉണ്ടാക്കണമെങ്കിൽ കുറേ കോസ്റ്റുകൾ വരുന്നുണ്ട്. അതിനെയാണ് നമ്മൾ, അല്ലെങ്കിൽ കുറേ എക്സ്പെൻഡിച്ചറുകൾ വരുന്നുണ്ട്, അതിനെയാണ് നമ്മൾ ചെലവ് എന്ന് പറയുന്നത്. എന്തൊക്കെ എക്സ്പെൻഡിച്ചേഴ്സ് വരാം ആ ഒരു സ്ഥാപനത്തിന്? ഇപ്പോൾ തൊഴിലാളികളുണ്ട്, ലേബേഴ്സ് ഉണ്ട്, അവർക്ക് കൂലി കൊടുക്കണ്ടേ? വേണം. പിന്നെ എന്ത് വേണം? ഇപ്പൊ പണം, ക്യാപിറ്റൽ എന്തെങ്കിലും പലിശക്ക് എടുക്കുകയോ അല്ലെങ്കിൽ ലോൺ എടുക്കുകയാണെങ്കിൽ അതിന് ഇൻട്രസ്റ്റ് കൊടുക്കണ്ടേ? വേണം. ഇനി അതേപോലെ തന്നെ കെട്ടിടം പാട്ടത്തിനാണ് എടുത്തത് അല്ലെങ്കിൽ റെന്റിന്, അവർക്ക് റെന്റ് കൊടുക്കണ്ടേ? അത് വേണം. പിന്നെ ഇൻഷുറൻസ് പ്രീമിയം കൊടുക്കണം, ഇലക്ട്രിസിറ്റി ബില്ല് വരും, അത് കൊടുക്കണം. പിന്നെ റോ മെറ്റീരിയൽസിന്റെ കോസ്റ്റ് വരും. പിന്നെ ഈ റോ മെറ്റീരിയൽസ് പ്രോഡക്റ്റ് ആക്കി മാറ്റിയിട്ട് ഇത് പല കേന്ദ്രങ്ങളിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ എന്ത് വേണം? ട്രാൻസ്പോർട്ടേഷൻ ചെലവ് വരും. പിന്നെ അവിടുത്തെ മെഷീനറീസിന് എന്ത് വരാം? ഡിപ്രീസിയേഷൻ വരാം. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ ഒന്നും അറിയാത്ത ലേബേഴ്സിനെ എടുക്കുന്നതിനേക്കാൾ നല്ലത് ഇവർക്ക് ആ ഒരു വസ്തുവിനെ കുറിച്ച്, അത് എങ്ങനെ ഉണ്ടാക്കാം എന്നതിനെ കുറിച്ചിട്ട് ഒരു പരിശീലനം കൊടുത്താൽ നന്നായിരിക്കും. അപ്പൊ അവർക്ക് കൂടുതൽ എന്ത് ചെയ്യും? നല്ല രീതിയിൽ ആ പ്രോഡക്റ്റ് ഉണ്ടാക്കാൻ പറ്റും. അപ്പൊ അതിന് പരിശീലനം കൊടുക്കേണ്ടേ? അപ്പൊ അതിന് വരുന്ന എക്സ്പെൻസ്, ഇങ്ങനെ ഒരുപാട് എക്സ്പെൻസ് എന്ത് ചെയ്യും? സ്ഥാപനങ്ങൾക്ക് ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കി വരുമ്പോൾ വരുന്നുണ്ട്. ഇത് ഉദാഹരണങ്ങൾ മാത്രമാണ് കേട്ടോ, ചെറിയ ഉദാഹരണങ്ങൾ മാത്രം. ഇതിലും എത്രയോ എക്സ്പെൻസുകൾ വരും. ഓക്കെ, അപ്പോൾ അങ്ങനെ വരുവാണെങ്കിൽ അതിനെയാണ് നമ്മൾ കോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഫേമിന് ഗുഡ്സ് ആൻഡ് സർവീസ് പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ ഒരുപാട് എക്സ്പെൻഡിച്ചറുകൾ വരുന്നുണ്ട്. അതിനെയാണ് എന്ത് പറയുന്നത്? കോസ്റ്റ് എന്ന് പറയുന്നത്. Cost refers to the expenses carried by the producer to produce goods and services. വേജും റെന്റൊക്കെ അതിന് എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, കറക്റ്റ് ആയില്ലേ? ഇനി നമ്മൾ പ്രൊഡക്ഷൻ പഠിച്ചപ്പോൾ നമ്മളവിടെ പറഞ്ഞു ഹ്രസ്വകാല പ്രൊഡക്ഷനും ഉണ്ട്, ദീർഘകാല പ്രൊഡക്ഷനും ഉണ്ട് എന്ന് പറഞ്ഞു. ലോങ് റൺ ആയിട്ടുള്ളതുകൊണ്ട് ഷോർട്ട് റൺ ആയിട്ടുള്ള പ്രൊഡക്ഷനും ഉണ്ട് എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ നമ്മൾ കോസ്റ്റിലും ലോങ് റൺ കോസ്റ്റും ഉണ്ട്, അതേപോലെ തന്നെ എന്താ ചെയ്യുക? ഷോർട്ട് റൺ കോസ്റ്റും ഉണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം എന്താ ചെയ്യുക? ഷോർട്ട് റൺ കോസ്റ്റ് എന്താന്നുള്ളത് നോക്കാം. ഓക്കെ, അപ്പോൾ അവിടെ നമ്മൾ പറഞ്ഞ സെയിം ഡെഫിനിഷന് തന്നെയാണ് നമുക്ക് ഈ ഒരു ഷോർട്ട് റൺ കോസ്റ്റിനും പറയാനുള്ളത്. നമ്മൾ അവിടെ എന്താ പറഞ്ഞത്? ഷോർട്ട് റൺ പ്രൊഡക്ഷന് നമ്മൾ എന്താ പറഞ്ഞത്?
അതായത് ഷോർട്ട് റണ്ണിൽ കുറച്ച് ഫാക്ടേഴ്സ് എന്തായിരിക്കും, ഫിക്സഡ് ആയിരിക്കും, കുറച്ച് ഫാക്ടേഴ്സോ വാരിയബിൾസും ആയിരിക്കും, മാറ്റാൻ പറ്റുന്നതും ചിലത് ഫിക്സഡ് ആയിട്ട് നിൽക്കുന്നതും ആയിരിക്കും. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഷോർട്ട് റൺ പ്രൊഡക്ഷൻ എന്ന് പറയുന്നതെന്ന് പറഞ്ഞു. അതേപോലെ തന്നെ ഷോർട്ട് റൺ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ, ഷോർട്ട് റണ്ണ് കോസ്റ്റ് അല്ലെങ്കിൽ ഷോർട്ട് റണ്ണിൽ കുറച്ച് ഫാക്ടേഴ്സ് ഇവിടെ ഫിക്സഡ് ആയിരിക്കും, അതേപോലെ തന്നെ കുറച്ച് ഫാക്ടേഴ്സ് എന്തായിരിക്കും, വാരിയബിൾസും ആയിരിക്കും, അതായത് ചേഞ്ച് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അങ്ങനെയുള്ള സമയത്തെയാണ് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു എന്താ പറയുക സമയമാണ് നമ്മൾ എന്ത് പറയുന്നത്, ഷോർട്ട് റൺ കോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഷോർട്ട് റൺ ആ ഒരു സമയത്ത്, അതായത് ഫിക്സഡും വാരിയബിൾസും ആയിട്ടുള്ള സമയമാണ് ഷോർട്ട് റൺ എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ഷോർട്ട് റൺ കോസ്റ്റിൽ നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഷോർട്ട് റൺ കോസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദ ഷോർട്ട് റൺ കോസ്റ്റ് ക്യാൻ ബി ക്ലാസിഫൈഡ് ആസ് ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് ആൻഡ് ടോട്ടൽ വാരിയബിൾ കോസ്റ്റ്. നമ്മൾ പറഞ്ഞു രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നത് പറഞ്ഞു. ഒന്നാണ് ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ്, അതായത് TFC. രണ്ടാമത്താണ് ടോട്ടൽ വാരിയബിൾ കോസ്റ്റ്, TVC. വാരിയബിളിൻ്റെ VC ഇടുക, അതേപോലെ തന്നെ ഫിക്സഡ് കോസ്റ്റിൻ്റെ FC ഇടുക. ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ്, ടോട്ടൽ വാരിയബിൾ കോസ്റ്റ്, ഇങ്ങനെ രണ്ടായിട്ട് ഷോർട്ട് റൺ കോസ്റ്റിനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി ഷോർട്ട് റൺ കോസ്റ്റിനെ ഈ ഡിവൈഡ് ചെയ്തതിൽ ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് അതായത് TFC എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ TFC എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ പറഞ്ഞു ഷോർട്ട് റണ്ണ് പ്രൊഡക്ഷൻ ഫംഗ്ഷനിലും അല്ലെങ്കിൽ ഷോർട്ട് റൺ ഉൽപ്പാദനത്തിൽ ചില ഉൽപ്പാദന ഘടകങ്ങൾ സ്ഥിരമാണ്, ചിലതാണെങ്കിലോ വിഭേദകങ്ങളാണ്, മാറ്റാൻ കഴിയുന്നതാണെന്ന് നമ്മൾ പഠിച്ചതാണ്. അതുകൊണ്ട് തന്നെ ഹ്രസ്വകാലയളവിലെ ചെലവുകളെ നമ്മൾ മൊത്തം സ്ഥിര ചെലവെന്നും മൊത്തം വിഭേദക ചെലവെന്നും രണ്ടായി തരംതിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പം അതിൽ ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ഥിര നിവേശങ്ങൾ വാങ്ങിക്കുവാൻ വേണ്ടി ഉൽപ്പാദകന് വരുന്ന ആകെ ചെലവിനെയാണ് മൊത്തം സ്ഥിര ചെലവെന്ന് പറയുന്നത്. സ്ഥിര നിവേശങ്ങൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ട്, സ്ഥിരമായിട്ട് ഫിക്സഡ് കോസ്റ്റുകൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഉൽപ്പാദകന് പ്രൊഡ്യൂസർ ആരാണോ അയാൾക്ക് വരുന്ന ചെലവുകളെയാണ് എന്ത് വിളിക്കുന്നത്, ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയുന്നത്. നമ്മളിവിടെ ഔട്ട്പുട്ട് ഉണ്ടാക്കിയില്ലെങ്കിലും ഫേമിന് എന്തായിരിക്കും, TFC വരും, ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് വരും. ഇപ്പോൾ നമ്മൾ ഔട്ട്പുട്ട് ഒന്നും ഉണ്ടാക്കുന്നില്ല എന്നിരുന്നാലും നമുക്ക് എന്തായിരിക്കും, ഫേമിന് ഇവിടെ TFC വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ സ്ഥിര നിവേശങ്ങൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഉൽപ്പാദകന് വരുന്ന ആകെ ചെലവിനെയാണ് മൊത്തം സ്ഥിര ചെലവെന്ന് അല്ലെങ്കിൽ TFC എന്ന്, ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയുന്നത്. ഹ്രസ്വകാലയളവിൽ ഉൽപ്പന്നത്തിന്റെ അളവ് മാറുന്നതിനനുസരിച്ച് മാറ്റമില്ലാത്ത ചെലവുകളെ സ്ഥിര ചെലവുകൾ എന്ന് പറയുന്നത്. മാറൂലല്ലോ ചെലവുകൾ. ഭൂമി, കെട്ടിടം എന്നിവയുടെ വാടക, സ്ഥിരം ജീവനക്കാരുടെ ശമ്പളം, വായ്പയായി വാങ്ങിയ മൂലധനത്തിന്റെ പലിശ, ഇൻഷുറൻസ് പ്രീമിയം എന്നിവയെല്ലാം സ്ഥിര ചെലവിനുള്ള എക്സാമ്പിളായിട്ട് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ പെർമനന്റ് സ്റ്റാഫിനുള്ള സാലറി, ബിൽഡിങ്സിന്റെ റെന്റ്, ഇതൊക്കെ എന്താണ് നമുക്ക് TFCക്ക് എക്സാമ്പിൾ ആയിട്ട് മാറാൻ പറ്റും. ഇവിടെ നമ്മൾ ഔട്ട്പുട്ട് ഉണ്ടാക്കിയില്ലെങ്കിലും ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ഇതിൻ്റെയൊക്കെ എമൗണ്ട് നമ്മൾ കൊടുത്തോണ്ടിരിക്കണം. അത് വേണ്ടേ? ഇപ്പോൾ പ്രീമിയം, ഇൻഷുറൻസ് പ്രീമിയം അടക്കാതിരിക്കാൻ പറ്റും. ഇപ്പം ഞാൻ എൻ്റെ സ്ഥാപനം അവിടെ ഉണ്ട്, പക്ഷെ ഞാൻ വിചാരിച്ചു ഈ വർഷം എന്ത് ചെയ്യണ്ട, ഔട്ട്പുട്ട് ഒന്നും ഉണ്ടാക്കണ്ട അല്ലെങ്കിൽ പ്രോഡക്റ്റ് ഒന്നും നിർമ്മിക്കണ്ട എന്ന് പറഞ്ഞു എന്ന് കരുതിയിട്ട് ഇൻഷുറൻസ് പ്രീമിയം അടക്കാതിരിക്കുക, അല്ലെങ്കിൽ ഈ സ്ഥിരമായിട്ടുള്ള ആളുകൾക്ക് ജോലിക്ക് സാലറി കൊടുക്കുക. ഇപ്പം നമ്മൾ ഗവൺമെന്റ് സ്റ്റാഫുകൾക്ക് സാലറി കിട്ടുന്നുണ്ട്, അവർക്ക് ക്ലാസ് എടുത്തില്ലെങ്കിലും അവരെന്ത് ചെയ്യുന്നുണ്ട്, സാലറി കൈപ്പറ്റുന്നുണ്ട്. അപ്പൊ അതാണ് TFC എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പൊ TFC എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ഥിര നിവേശങ്ങൾക്ക്, അതായത് നമ്മളെ ഫിക്സഡ് കോസ്റ്റുകൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രൊഡ്യൂസർക്ക് വരുന്ന ചെലവിനെയാണ് നമ്മൾ TFC എന്ന് പറയുന്നത്. മറക്കരുത്, ഫിക്സഡ് കോസ്റ്റ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പ്രൊഡ്യൂസർക്ക് അല്ലെങ്കിൽ ഉൽപ്പാദകന് വരുന്ന ചെലവിനെയാണ് ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയുന്നത്. ഇവിടെ ഔട്ട്പുട്ട് ഉണ്ടാക്കിയില്ലെങ്കിലും ഫേമിന് ഈ TFC വരും. ഫോർ എക്സാമ്പിൾ ആയിട്ട് പെർമനന്റ് സ്റ്റാഫിന് നൽകുന്ന സാലറി, ബിൽഡിങ്സിന്റെ റെന്റ്, പിന്നെ അതേപോലെ തന്നെ നമ്മൾ അവർ എന്തെങ്കിലും ക്യാപിറ്റൽ എന്തെങ്കിലും ലോൺ ആയിട്ട് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ആ ലോണിന് കൊടുക്കുന്ന ഇൻട്രസ്റ്റ്, ഇൻഷുറൻസ് പ്രീമിയം, ഇതൊക്കെ സ്ഥിരമായിരിക്കും. ഓക്കെ, അതാണ് TFC എന്ന് പറയുന്നത്. ഈ TVC എന്താന്ന് നോക്കാം, അതായത് ടോട്ടൽ വാരിയബിൾ കോസ്റ്റ് എന്താന്നുള്ളത് നോക്കാം. ടോട്ടൽ വാരിയബിൾ കോസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ
നേരത്തെ നമ്മൾ ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ എന്താ പറഞ്ഞത്, ഫിക്സഡ് കോസ്റ്റുകൾ വാങ്ങിക്കാനുള്ളതാണ്. അപ്പോൾ ടോട്ടൽ വാരിയബിൾ കോസ്റ്റ് എന്ന് പറഞ്ഞാലോ വാരിയബിൾ ആയിട്ടുള്ള വാരിയബിളിനുള്ള കോസ്റ്റ്, അതായത് വിഭേദക നിവേശങ്ങൾ വാങ്ങിക്കുമ്പോൾ ഉൽപാദകന് വരുന്ന ചെലവിനെയാണ് എന്ത് വിളിക്കുന്നത്, ടോട്ടൽ വാരിയബിൾ കോസ്റ്റ് എന്ന് വിളിക്കുന്നത്. മനസ്സിലായോ? നേരത്തെ നമ്മൾ ഫിക്സഡ് കോസ്റ്റ് വാങ്ങിക്കാനുള്ള ചെലവ്, ഇവിടെ വാരിയബിൾ കോസ്റ്റ് വാങ്ങിക്കാനുള്ള ചെലവ്. ഉൽപ്പന്നത്തിന്റെ അളവ് മാറുന്നതിനനുസരിച്ച് മാറ്റം വരുന്ന ചെലവുകളാണ്. നമ്മൾ പറഞ്ഞു ഫിക്സഡ് കോസ്റ്റ് തന്നെ ഫിക്സഡ് ആയിട്ട് നിൽക്കുന്നതാണ്. വാരിയബിൾ എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യും, ചേഞ്ച് വരും. അപ്പൊ ഇവിടെ ക്വാണ്ടിറ്റി മാറുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും, വാരിയബിൾ കോസ്റ്റിന്റെ ചെലവിലും എന്ത് ചെയ്യും, മാറ്റം വരും. ഇപ്പൊ 10 കിലോ വാങ്ങിച്ചത് 20 കിലോ ആയി മാറിയാൽ എന്ത് ചെയ്യും, അതിന് എക്സ്പെൻസ് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഉൽപ്പന്നത്തിന്റെ അളവ് മാറുന്നതിനനുസരിച്ച് മാറുന്ന ചെലവുകളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ടോട്ടൽ വാരിയബിൾ കോസ്റ്റ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പൊ അതാണ് ടോട്ടൽ വാരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ ടോട്ടൽ വാരിയബിൾ കോസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാരിയബിൾ ഇൻപുട്സ് പർച്ചേസ് ചെയ്യുമ്പോൾ വരുന്ന കോസ്റ്റിനെയാണ് ടോട്ടൽ വാരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നത്. ഇത് ഔട്ട്പുട്ട് കൂടുന്നതിനനുസരിച്ച് എന്തായിരിക്കും, ചേഞ്ച് വന്നുകൊണ്ടിരിക്കും. ചിലപ്പോൾ വില കൂടും, അല്ലെങ്കിൽ കോസ്റ്റ് കൂടും, അല്ലെങ്കിൽ കോസ്റ്റ് കുറയും. ഔട്ട്പുട്ട് 0 ആണെങ്കിൽ എന്തായിരിക്കും, നമ്മൾ TVC എന്തായിരിക്കും, 0 ആയിരിക്കും അല്ലേ. അതായത് ഔട്ട്പുട്ട് മാറുന്നതനുസരിച്ച് TVC മാറിക്കൊണ്ടിരിക്കും. ഇനി ഔട്ട്പുട്ട് 1 ആണെങ്കിൽ TVC 1 ആയിരിക്കും, ഔട്ട്പുട്ട് 5 ആണെങ്കിൽ TVC എന്തായിരിക്കും, 5 ആയിരിക്കും. അപ്പൊ ഇതിന് എക്സാമ്പിൾ ആയിട്ട് നമുക്ക് എന്താ, ടെമ്പററി വർക്കേഴ്സിന് നൽകുന്ന കോസ്റ്റുകൾ, അതേപോലെ തന്നെ റോ മെറ്റീരിയൽസിന്റെ കോസ്റ്റ്, ഇതൊക്കെ ഇതിന്റെ എക്സാമ്പിൾ ആയിട്ട് പറയാൻ പറ്റും. മനസ്സിലായോ? ഇപ്പോൾ ടെമ്പററി, അതായത് സാധാരണ എന്താ പറയാ, സ്ഥിരം ജോലിക്കാരുള്ള ഒരു താൽക്കാലികമായിട്ടുള്ള ജോലിക്കാർക്കുള്ള ചെലവ്, പിന്നെ അതേപോലെ തന്നെ ഗതാഗത ചെലവ്, പിന്നെ റോ മെറ്റീരിയൽസ് വാങ്ങിക്കാനുള്ള ചെലവ്, പിന്നെ ഇന്ധനത്തിന്റെ ചെലവ്, ഇതൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, TVCക്ക് എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. അപ്പൊ നമ്മൾ TFC എന്താന്ന് പറഞ്ഞു, TVCയും എന്താന്ന് പറഞ്ഞു. ഇനി അടുത്തതായിട്ട് ഇതിൽ വരുന്നതാണ് ടോട്ടൽ കോസ്റ്റ്, TC എന്ന് പറയുന്ന ഭാഗം. TC എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാധനങ്ങളും സേവനങ്ങളും ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി ഒരു ഉൽപാദകൻ മുടക്കുന്ന എല്ലാ തരം ചെലവുകളുടെയും തുകയാണ് മൊത്തം ചെലവെന്ന് പറയുന്നത്. ഗുഡ്സ് ആൻഡ് സർവീസ് ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടിയിട്ട് ആ പ്രൊഡ്യൂസർക്ക് വരുന്ന എക്സ്പെൻസിനെയാണ് TC, ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത്. ഒരു വസ്തു ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആ ഒരു ഉൽപാദകന് വരുന്ന മൊത്തം ചെലവിനെയാണ് TC എന്ന് പറയുന്നത്. ടോട്ടൽ കോസ്റ്റ് ഈസ് ദ സം ടോട്ടൽ ഓൾ കോസ്റ്റ്. എല്ലാ കോസ്റ്റുകളുടെയും ടോട്ടലാണ് എന്ത് പറയുന്നത്, ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിവിടെ ഇക്വേഷൻ വരുന്നുണ്ട്, സ്ക്രീനിൽ കാണുന്നുണ്ടാവും നിങ്ങൾ. TC കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ, അതായത് ടോട്ടൽ കോസ്റ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് TFC പ്ലസ് TVC. ഓക്കെ, TFC പ്ലസ് TVC, ടോട്ടൽ കോസ്റ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷന്. TVC കണ്ടുപിടിക്കാൻ, അതായത് ടോട്ടൽ വാരിയബിൾ കോസ്റ്റ് കണ്ടുപിടിക്കാനുള്ളത് ടോട്ടൽ കോസ്റ്റിൽ നിന്നും TVC, അതായത് ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് മൈനസ് ചെയ്താൽ എന്ത് കിട്ടും, ടോട്ടൽ വാരിയബിൾ കോസ്റ്റ് കിട്ടും. ഇനി ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് ടോട്ടൽ കോസ്റ്റിൽ നിന്നും TVC, അതായത് ടോട്ടൽ വാരിയബിൾ കോസ്റ്റ് മൈനസ് ചെയ്താൽ എന്ത് കിട്ടും, TFC കിട്ടും. ഓക്കെ, ഇപ്പൊ നമ്മൾ നേരത്തെ പ്രൊഡക്ഷന്റെ പഠിച്ച പോലെ തന്നെ ഇവിടെയും, അതായത് TPയും APയും MPയും പഠിച്ച പോലെ തന്നെ TVC, TFC, TC ഇതിനും ഒരു കർവ് വരുന്നുണ്ട്, ഒരു ടാബിളും വരുന്നുണ്ട്. അത് നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അല്ലെങ്കിൽ വേണ്ട, നമുക്ക് ഈ ക്ലാസ് തന്നെ ഡിസ്കസ് ചെയ്യാം അല്ലേ, ടൈം ഉണ്ടല്ലോ അല്ലേ. ടൈം ഉണ്ടെങ്കിൽ നമുക്ക് ഈ ക്ലാസ് തന്നെ ഡിസ്കസ് ചെയ്യാം. വേണ്ട, നമുക്ക് ഈ ക്ലാസ് തന്നെ ഡിസ്കസ് ചെയ്യാം കേട്ടോ. അപ്പോൾ അതങ്ങനെ ഡിസ്കസ് ചെയ്യുന്നതിനെക്കാട്ടി നല്ലത് ഞാനൊരു എന്താ പറയുക പ്രോബ്ലം തരാം. ഈ TC, TFC, TVC കണ്ടുപിടിക്കാനുള്ള ഷുവറായിട്ട് വരുന്നതാണ് കേട്ടോ എക്സാമിന്. അപ്പോൾ ഇത് ഇക്വേഷൻസ് ഒക്കെ എന്തായാലും മസ്റ്റായിട്ട് കാണാതെ പഠിക്കാം. അപ്പോൾ ആ ഇക്വേഷൻ വെച്ച്, അല്ലെങ്കിൽ ആ ഒരു പ്രോബ്ലം ഈ ഇക്വേഷൻസ് ഒക്കെ വെച്ചിട്ട് കണ്ടുപിടിച്ചിട്ട് അതിൻ്റെ കർവ് നിങ്ങൾ തന്നെ വരയ്ക്കുക, TCൻ്റെയും TFCൻ്റെയും അതേപോലെ തന്നെ TVCൻ്റെയും. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ആ കർവിൻ്റെ പ്രത്യേകത എന്താണെന്നുള്ളത്. ഇപ്പോൾ ഫോർ എക്സാമ്പിളായിട്ട് ഇപ്പോൾ സ്ക്രീനിൽ നിങ്ങളൊരു കർവ് കാണുന്നുണ്ടാവും. TFC, TC, TVC എന്ന് പറയുന്ന കർവുകൾ ഒരു എന്താ പറയുക, S ഇങ്ങനെ വളഞ്ഞ് തിരിഞ്ഞാണ്ടുള്ളൊരു ഷേപ്പൊക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്നുണ്ടാവും, നല്ല ഭംഗി ഉണ്ടാവും കാണാൻ. ഓക്കെ, അപ്പം അതിൽ നോക്കുകയാണെങ്കിൽ TVC എന്ന് പറയുന്നത് സ്റ്റാർട്ട് ചെയ്യുന്നത് 0-യിൽ നിന്നാണ് അല്ലേ, 0-യിൽ നിന്നാണ് TVC സ്റ്റാർട്ട് ചെയ്യുന്നത്. TFC ആണെങ്കിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് എന്താ, സമാന്തരമായിട്ട് ഒരു സ്ട്രൈറ്റ് ലൈൻ ആയിട്ടാണ് TFC പോണത് അല്ലേ, സ്ട്രൈറ്റ് ലൈൻ ആയിട്ടാണ് TFC പോണത്.
ടി സി എന്ന് പറയുന്നത് എന്താ പറയുക, ഇത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു എസ് ആകൃതിയിലാണ് പോകുന്നത്. ഇതിൽ ടി സി വക്രം എന്ത് ചെയ്യുന്നുണ്ട്, ടി വി സിയെ താഴേന്ന് എന്ത് ചെയ്യുന്നുണ്ട്, കട്ട് ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ ടി വി സിനേക്കാൾ മുകളിൽ എന്ത് ചെയ്യും, ടി സി കർവ് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങളവിടെ ഒരു കുത്തുകുത്തിട്ട് കാണുന്നുണ്ടാവും. ആ കുത്തുകുത്തിൻ്റെ അവിടെയൊക്കെ പോസിറ്റീവായിട്ടുള്ള കാര്യമാണ് കാണുന്നത്. അതായത് അവിടേക്ക് ഇൻക്രിമെൻറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നിങ്ങളെ കർവിൽ കാണുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ പ്രോബ്ലം തന്നെ എന്ത് ചെയ്യാം, അത് നിങ്ങൾക്ക് വരക്കാം. അപ്പോൾ അത് വരക്കലും പഠിച്ചു, മനസ്സിലായല്ലോ. അപ്പോൾ ടി എഫ് സി എന്ന് പറഞ്ഞ സ്ഥിരമാണെന്ന് പറഞ്ഞല്ലോ, അതുകൊണ്ട് തന്നെ ആ പ്രോബ്ലത്തിൽ ടി എഫ് സി മൊത്തം സ്ഥിരമായിട്ടായിരിക്കും കാണുന്നത്. 20 ആണെങ്കിൽ 20, 10 ആണെങ്കിൽ 10 എന്നിട്ടായിരിക്കും കാണുന്നത്. ഓക്കെ, അപ്പോൾ ഇൻഷാ അല്ലാ അസ്സലാമു അലൈക്കും. മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യാം, ചോദിക്കുക. കർവ് വരക്കാൻ മറക്കരുത്. അടുത്ത പീരീഡ് കേട്ടോ, നെക്സ്റ്റ് പീരീഡ് അത് വരക്കലും പിന്നെ അതേപോലെ തന്നെ കോബ് ഡഗ്ലസിൻ്റെ പ്രൊഡക്ഷൻ ഫംഗ്ഷന് കാണലൊക്കെയാണ് പരിപാടി നിങ്ങൾക്ക്. അസ്സലാമു അലൈക്കും.